Nighty ക്രിയേഷൻസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു നൈറ്റി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ നൈറ്റി പീസ് ആണിത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ Nighty ക്രിയേഷൻസ് എന്ന ചാനലിൽ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചുരിദാറും സാരിയൊക്കെ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സാരിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സാരി ഇതാണ്, ഇത് സെക്കൻഡ് സാരി, പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡുള്ള സാരി, പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു നീല സാരി. അപ്പോൾ നമ്മൾ ഈ സാരികളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ജയലക്ഷ്മി എന്നാണ്. പിന്നെ വരുന്നത് 3 ചുരിദാർ ഇതുപോലത്തെ കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയോ അല്ലെങ്കിൽ Nighty ക്രിയേഷൻസിലെ ഏത് വീഡിയോ ആണെങ്കിലും ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് സ്ഥലം മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണേ. അപ്പോൾ നമുക്ക് ആദ്യമേ നൈറ്റി മടക്കാം. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയ നൈറ്റി പീസ് ഇതുപോലെ 2 ആക്കി മടക്കിയെടുത്തു. ലെങ്ത്തുകൾ തമ്മിൽ 2 ആക്കി മടക്കിയെടുത്തിട്ട് ഞാനിത് നേരെ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ടു. അപ്പോൾ നമ്മുടെ നൈറ്റി പീസിന്റെ മീതെ നമ്മുടെ ഒരു കറക്റ്റ് അളവിലുള്ള നൈറ്റി ഇതുപോലെ 2 ആക്കി മടക്കി ഇതുപോലെ ഒന്ന് ഇടുക. ഇടുമ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് ഷോൾഡറിന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കറക്റ്റ് ഷോൾഡർ ഗ്യാപ്പില്ലേ, അത് എവിടെ വരുന്നോ അതിന് തൊട്ടിപ്പുറത്തൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ ആം ഹോൾ കർവ് വരക്കുവാൻ പോവാണ്. കർവിനേലും ഒരു 1/2 ഇഞ്ച് മുകളിൽ ഇതുപോലെ നഖം കൊണ്ട് കുത്തി ഇതുപോലെ ഒരു മാർക്കിങ് കുറച്ചുകൂടി നീക്കി സെയിം ഇതുപോലെ തന്നെ ഒരു 2 മാർക്കിങ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചെസ്റ്റിലേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് അളവ് ഇതാണ്. അതിക്ക് തൊട്ട് മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് 2 ഇഞ്ച് ഗ്യാപ്പാണ് ഇതുപോലെ വേണ്ടത്. സെയിം അതുപോലെ തന്നെ നമ്മുടെ നൈറ്റിയുടെ ഷേപ്പിൻ്റെ ആ ഭാഗത്തും 2 ഇഞ്ച്, അതുപോലെ വേസ്റ്റിൻ്റെ ഭാഗത്തും 2 ഇഞ്ച്. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് താഴെ വരെ ഇതുപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. എക്സ്ട്രാ ഗ്യാപ്പ് ഇതുപോലെ വിട്ടില്ലെങ്കിൽ നമുക്ക് നൈറ്റി ടൈറ്റ് ആയിരിക്കും. ഇനി ഞാൻ ഈ ആം ഹോൾ കർവ് വരക്കാൻ പോവുകയാണ്. അതെ, ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആം ഹോൾ കർവ് കറക്റ്റ് ഈ ലൈനിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക. ഇനി നേരെ ഇത് ചെസ്റ്റ് ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ മുട്ടിച്ചു. ഓക്കെ, ഇനി നേരെ നമുക്കിതിൻ്റെ ലെങ്ത്തിലേക്ക് പോകാം. അപ്പോൾ ലെങ്ത്തിൻ്റെ എവിടെയും നമുക്കിതുപോലെ 1 ഇഞ്ച് വേണം താഴെ ഭാഗം മടക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നേരെ സ്ലീവ് കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ സ്ലീവ് കറക്റ്റ് താഴെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നില്ലേ, അതിക്ക് തൊട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച് നമുക്കിതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതുപോലെ സെയിം നഖം ഇതുപോലെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇതുപോലൊരു മാർക്കിങ് കുറച്ച് നീക്കി, അതുപോലെ തന്നെ സെയിം കുറച്ച് നീക്കി നമ്മുടെ കറക്റ്റ് അളവിൻ്റെ താഴെ കുറച്ച് നീക്കി ഇതുപോലൊരു മാർക്കിങ്. അപ്പോൾ നമുക്കിതുപോലെ 2 മാർക്കിങ് കിട്ടി. ഇനി ഞാനിതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ണം ഇതാണ് നമ്മുടെ വണ്ണം. 2 ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് കൊടുക്കുക. അതുപോലെ താഴെ വണ്ണത്തിലും 2 ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് കൊടുക്കുക. ഇനി നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഈ അളവ് അങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ സ്ലീവ് വരക്കാൻ പോവാണ്. ഇതുപോലെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തു. സോറി, നമ്മളിപ്പോൾ വരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ സ്ലീവ് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. അതെ, 2 സ്ലീവ് നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. ഇനിയാണ് നമ്മൾ നൈറ്റി പീസ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് 2 ആക്കി എടുക്കണം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം. 3 ഇഞ്ച് വീതിയാണ് ഞാൻ നെക്കിന് വേണ്ടി കൊടുക്കുന്നത്. ഇറക്കം, ബാക്ക് ഇറക്കം 2 ഇഞ്ച്. വളരെ ചെറിയ നെക്കാണ് നമ്മൾ നൈറ്റിയിൽ ബാക്ക് പീസിന് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് കട്ടിങ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അത് ഞാനൊരു നെക്ക് ഡിസൈനിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് നെക്ക് അടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമ്മൾ നൈറ്റി കട്ടിങ് ഇതുപോലെ ചെയ്തെടുത്തു. അതുപോലെ 2 സ്ലീവും ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്